നിങ്ങൾ നിശബ്ദരായിരിക്കുക. നമ്മളെ വിഷയം അത് തീർത്തിട്ട് ഇൻഷാ അല്ലാഹ് നോക്കൂ. ഒരു പേടിയും പേടിക്കണ്ട. പ്രമാണങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാതെ നല്ല മനസ്സോടെ തന്നെയാണ് വന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിച്ച ലാസ്റ്റ് നമുക്ക് സിയാസയിൽ തന്നെ പോകണം. ഞാൻ ചോദിച്ചതിനുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ആ ഹദീസിന് ശേഷം ആരെങ്കിലും ആ ചോദ്യം ആദ്യത്തെ ചോദ്യം അതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളാണ് ചോദിക്കട്ടെ. നിങ്ങൾ ചോദിക്കും, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് എന്താ അവസരം കൊടുക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം മരിച്ചു കിടക്കുന്ന സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി എവിടെ മറ ചെയ്യണമെന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചോ എവിടെ മറ ചെയ്യണം എന്നുള്ള പ്രശ്നം? അതാ പുതിയ സംശയമുള്ളത്. നിങ്ങൾ സദസ് ഞാന് ഇൻഷാ അല്ലാഹ് അത് തീരുമാനാവാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ, നന്നായി ശ്രദ്ധിച്ചു. ഒരാള് അല്ല ഞാൻ പറയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവര് ആ വിഷയം ഇങ്ങനെ പറഞ്ഞതാണ്. നിങ്ങളാണ് ഓഡിയൻസ് വളരെ കൃത്യമായി അച്ചടക്കം പാലിക്കും. ഈ ചോദ്യത്തിന് മറുപടി വരുന്നതിന് മുമ്പ് ഈ പത്ത് ചോദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്. ഞാൻ അങ്ങനെ വിടുന്നില്ല, നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ ഇരിക്കും. നിങ്ങളൊക്കെ അവിടെ ഇരുന്നു. അത് നമ്മളറിയാം. ഇവരുടെ ഈ ചോദ്യത്തിന്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇത് വന്നിട്ടുള്ളത്. സദസ്സും ഓഡിയൻസും ഒക്കെ അടങ്ങിയിരുന്നാല് ഇത് നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഈ ചോദ്യം. ഇതാണ് മുജാഹിദുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ സത്യം അംഗീകരിക്കാനുള്ള ഒരു മനഃപ്രയാസം ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ സുഹൃത്തിനോട് പറയുന്നു, മനസ്സിലാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തായപ്പോ എന്ത് ചെയ്യണമെന്ന് അല്ല നമ്മുടെ വിഷയം. അതിന് സഹാബത്തിന് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാം. അതൊക്കെ ചർച്ച നമുക്ക് വേണമെങ്കിൽ വരുത്താം, ഒരു തർക്കവുമില്ല. ഞാൻ അതിന് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ സദസ്സ് ഇവിടെ കൂടിയത് ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ അത് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിയ ജനങ്ങളെ മുമ്പിൽ വലിയ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെയാക്കാൻ നിങ്ങളുടെ ആ ചോദ്യം കൊണ്ട് ഉപകരിച്ചു. അൽഹംദുലില്ലാ. നിങ്ങൾ ചോദിച്ചതെന്താ? ഏതെങ്കിലും ഒരു നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മറ്റൊരു നബിയോട് സഹായം തേടിയിട്ടുണ്ടോ, മരിച്ചവരോട് സഹായം തേടിയിട്ടുണ്ടോ എന്നതാണല്ലോ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. ഞാൻ പറയുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ചെറുക്കാണെങ്കിൽ ഒരു നബിയും ചെയ്യൂല, ചെറുക്കാണെങ്കിൽ ഒരാളും ചെയ്യൂല. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്ന ഈ സദസ്സിന്റെ ആവശ്യമാണത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം, അത് നിങ്ങൾ തന്നെ വളർന്നറിയുന്നതാണ്. നമ്മൾ ആ മുനീർ മദനിൽ വരട്ടെ. ഇതൊക്കെ അയാൾ പറഞ്ഞോളി. നബിതങ്ങൾ പോലും ചെറുക്ക് ചെയ്താണ്. ഒന്ന് പറയിക്കുക അയാളെ കൊണ്ട്. അല്ലാഹു പഠിപ്പിച്ചതാ, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഓ നബിയേ, നിങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചില പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ അമല് ബാത്തിലായി പോകും നബിയേ. നിസ്കാരം സ്വീകരിക്കപ്പെടില്ല നബിയേ, നോമ്പ് സ്വീകരിക്കപ്പെടില്ല നബിയേ, ഒരു അമലും സ്വീകരിക്കപ്പെടില്ല. മാത്രമല്ല വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ അങ്ങേയറ്റത്തെ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയേ. അപ്പോ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അല്ലാഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയും, ഇതിന്റെ ഉത്തരമൊക്കെ ഞാൻ പറയും. പക്ഷേ ഇത് നിങ്ങളൊന്ന് സമ്മതിക്കണം. ഏത് സമ്മതിക്കണം? ഈസാ നബി ഈ ചെയ്തത് ശിർക്കാണോ അല്ലേ? അത് നിങ്ങൾ പറഞ്ഞു തരണം. ജാറത്തിന്റെ സമീപത്ത് വന്ന് മഹാനായ നബി ഈസാ
അലൈഹിസ്സലാം എന്നെ സഹായിക്കണേ എന്ന് ചോദിച്ചത് അത് ശിർക്ക്. ഞാൻ ബോധപൂർവ്വമാണ് ഈ പറയുന്നത്, ഇതൊക്കെ എന്തെങ്കിലും ചോദിക്കാം. അതിനെന്നെയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. എന്നെ സഹായിക്കണേ എന്ന അർത്ഥത്തിൽ വിളിച്ചത് അതിപ്പോ ശിർക്കാണോ അല്ലേ? അത് നിങ്ങൾ ഈ സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുത്താൽ വിഷയം തീരും. അമ്പിയാക്കൾ ശിർക്ക് ചെയ്യോ ഇല്ലേ എന്നൊക്കെ ഞങ്ങൾ ചൂടാണ്ട, മൈക്ക് വരും, അപ്പൊ നിങ്ങളാണ് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, ഓക്കെ. ഇനി മൈക്ക് ആയിക്കോട്ടെ, അതൊന്ന് പറയട്ടെ. ഇപ്പൊ ഇതിനാ മറുപടി, വേറൊന്നും ഞാൻ കേൾക്കണ്ട. ഇത് പറയും, പറഞ്ഞു ആ വിഷയം തന്നെ പറയണം. ആൾ അറിഞ്ഞതിന് കുഴപ്പമില്ല, ഓഡിയൻസ് അടങ്ങിയിരിക്കണം. നമ്മളെ ഈ വിഷയം തന്നെ പറയണം. വേറെ വിഷയം നിങ്ങൾ തുടങ്ങണ്ട. ഇത് തുടങ്ങാൻ അവസരം തരും. തീരുമാനം വലിയ പ്രശ്നമൊക്കെ വരും. അത് തീരുമാനമായ ബാക്കി ഫുള്ളായിട്ട് വരും. ഫുള്ളായിട്ട് ഒരു അർത്ഥമൊക്കെയാണോ ആവശ്യം? അല്ല, അതിനു മുമ്പ് ഇസാനബി ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും, പന്നിയെ കൊല്ലും, കുറിച്ചുണ്ടോ? അങ്ങനെ അതൊക്കെ നമ്മൾ കാഴ്ചകളെ കൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം. അതാണ് വിഷയം. അതാണോ? എന്തായാലും ആ ചോറ് നല്ല ചോദ്യമാണ്. അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ചോദിക്കട്ടെ. അല്ല, മൂപ്പറ ചോദ്യത്തിന് ഒരു ചോദ്യമായി ഉത്തരം പറയും. അല്ല, നിങ്ങൾ ഞാൻ തരും, അവസരം തരേ. ഓഡിയൻസ് എന്ത് ഒരു കാരണവശാലും എഴുന്നേൽക്കരുത്. ഒരാൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ മാന്യ സുഹൃത്തുക്കൾ എഴുന്നേറ്റ് നിൽക്കാൻ പാടുള്ളൂ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുക. നിങ്ങൾക്ക് അവസരം തരും. ഞങ്ങളിവിടെ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സുബീഹി വരെ ഇരിക്കാൻ തയ്യാറാകുന്നു. ഒറ്റ വിഷയമുള്ളൂ. ഞങ്ങൾ നിയമപാലകർ അനുവദിച്ച സമയം അത് സുബി വരെ കിട്ടിയ സുബി വരെ ഇരിക്കും. ഒരു പ്രശ്നമില്ല. നിങ്ങൾ അവിടെ അടങ്ങിയിരുന്നോളൂ. ഇപ്പൊ മൂപ്പര് ചോദിച്ചത് എന്താ? പന്നിയെ കൊല്ലാൻ പറ്റുമോ, അതുപോലെ തന്നെ കുരിശ് തകർക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നു അതെന്തായാലും ഈസാ നബി ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നു അത് ചുരുക്കല്ല. അത് ചെറുക്കല്ല. കാരണം ഈസാ നബി അത് ചെയ്യുന്നു. ചെയ്തതോടെ ഒരു നബിന്റെ പ്രവർത്തനമായി, അത് നിർബന്ധമായി നമ്മൾ ചെയ്യുക ചെറുക്കല്ല ഞങ്ങൾക്ക് ബോധ്യമായി. ഇനി അത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർന്നിട്ടില്ല. പന്നിയെ കൊല്ലും എന്ന് പറഞ്ഞ സ്ഥലത്ത് അസ്കലാനി തങ്ങളതാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. പന്നിയെ കൊല്ലൽ അനുവദനീയമാണെന്ന് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പേടിക്കണ്ട. അപ്പൊ അതൊക്കെ ഉണ്ട്, ഒരു വിഷയമില്ല. അപ്പൊ ഞാൻ പറയുന്നത് നന്നായി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ചെറുക്കായ ഒരു പ്രവർത്തനം നമ്മളെ പിടുത്തപ്പോ അവിടെ അല്ലേ, ചെറുക്കായ ഒരു പ്രവർത്തനം നബിമാര് ചെയ്യുകയേ ഇല്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാ. ഞങ്ങളത് ഉറപ്പിക്കുന്നു. ഒരു ജാറത്തിന്റെ സമീപത്ത് വന്ന് പിടിക്കൽ ചെറുക്കാണെങ്കിൽ അത് ചെയ്യൂല. അതാപ്പ ഞങ്ങളെ പിടുത്തം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതെന്നെ പറയണം. ഈ ഹരീസ് തന്നെ ചർച്ച കൊടുക്കും. മൊയ്ലാർ പറഞ്ഞ മാതിരി ഈ ഹദീസ് തന്നെയാണ് ചർച്ച. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹദീസ് പറഞ്ഞിട്ട് ഈ ജനങ്ങളെ മുഴുവൻ ചെറുക്ക് കേൾക്കാനുള്ള പരിപാടി അല്ല. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്തിട്ട് ഈസാ നബി ചോദിക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞത്. അതല്ലേ ഞാൻ ഹദീസിൽ പറഞ്ഞത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? പ്രവാചകന്മാരാണ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാന്നും കൂന്നൊക്കെ പറയും. എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ചോദിക്കട്ടെ. ഈ ഹദീസ് തന്നെ പിടിക്കുന്നു. ഒന്ന് ചോദിക്കട്ടെ. 1 മണിക്കൂർ പറഞ്ഞിട്ട് 5 മിനിറ്റ് തരുന്നത്. അപ്പൊ പറയുമ്പോൾ നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനോട് ചോദിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് മുമ്പ് മരണപ്പെട്ടു പോയ ആൾക്കാരെ ജീവിപ്പിച്ചിട്ടില്ലേ? ആരാണത് ജീവിപ്പിച്ചത്? ഈസാ നബി അലൈഹി അതൊന്ന് ബന്ധപ്പെട്ട് പറയട്ടെ. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകനാണെന്നും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധികളൊക്കെ അംഗീകരിച്ച് ജീവിക്കണമെന്ന് മാനവ ലോകത്തെ പഠിപ്പിക്കുവാൻ ഒരു മിനിറ്റ് പ്രവാചകനാണ് എന്നുള്ള മൂജിസത്താണ് ആര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചത്. അതുപോലെ തന്നെ ആ പ്രവാചകൻ തന്നെയാണ് ഈ പറഞ്ഞ സമയത്ത് അവസാന നാളിൽ വരുന്ന കാര്യം അത് പറയുന്നത്. അവസാന നാളിൽ പറയുന്നത് അതങ്ങനെ ചുരുക്കായ പ്രവാചകൻ പറയുന്നേക്ക്. അതായത് പ്രവാചകന്മാർ ചെയ്യുന്ന മൂജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചുരുക്കാണെന്ന് പറയാൻ പറ്റൂല. അതായത് ഒരു മിനിറ്റ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചന്ദ്രൻ 2 പിളർപ്പാക്കിയത് ചുരുക്കാണോ? അല്ല. കടല 2 പിളർപ്പാക്കിയത് അത് അറിയോ? അതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്ന കേൾക്ക് പോയാലേ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ പഠിപ്പിക്കല്ലേ. ഒരു മിനിറ്റ് പറയട്ടെ. നിക്ക് വികാരം കൊല്ലല്ലേ, സത്യം മനസ്സിലാകുമ്പോൾ
അധികാരം കൊള്ളും. എവിടെ തന്നാലും മുജാഹിദിനെ അടിച്ച് നിങ്ങൾ വായിപ്പിക്കും. അത് ശരിയാ. അപ്പൊ അവിടെ തന്നെ അപ്പോ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവര് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങൾ മൂജിസത്തിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ശിർക്കല്ല. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നത് ശിർക്കല്ല. അത് അഭൗതികമായ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ അനുമതി പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കുന്ന തീരുമാനങ്ങളാണ്. അതല്ലേ തന്ത്രം പുലർത്താക്കിയത് അല്ലേ? അതുകൊണ്ട് സാധാരണക്കാരനായ നമ്മളോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം വന്ന സഹാബികളോ തബൗ താബികളോ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് തെളിവുണ്ടോ? ഇനി അതന്നെ ഇപ്പൊ ഇത്രക്കും നേരം നമ്മൾ സംസാരിച്ച് അടിസ്ഥാനപരമായി ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം 114 സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രാർത്ഥന ഖുർആനിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അതിന് ഇതുവരെയായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറെ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ പോയത്. ഒരുപാട് പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. പക്ഷെ ഒരൊറ്റ പ്രാർത്ഥന പോലും യാ റസൂലല്ലാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ പറഞ്ഞിട്ടില്ല. യാ മുജീബക ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ പറഞ്ഞിട്ടില്ല. ഒക്കെ യാ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയാ. അപ്പോ ഇവിടെ വിഷയം തീരുമാനമാകുന്നു. അൽഹംദുലില്ലാ. ഞങ്ങളുടെ ഉദ്ദേശം മുഖാമുഖം മുതലായി ഞങ്ങൾ അതിനെ സംഘടിപ്പിക്കുന്നു. എന്താ സംഭവം എന്നറിയോ? ഇവനെന്താ ചോദിച്ചത്? ഇപ്പൊ ചോദ്യം മാറ്റി നിങ്ങൾ കണ്ടോ? എന്താ ചോദ്യം മാറ്റി നന്നായി ചോദിച്ചോ? ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ മരിച്ച നബിയോട് ചോദിച്ചിട്ടുണ്ടോ? ചോദ്യം ഇപ്പൊ മാറ്റിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ചോദിച്ചിട്ടുണ്ടോ? സാധാരണക്കാരൻ ചോദിച്ചപ്പോ അവരെന്താ പറയാറ്? ഓ, അത് സാധാരണക്കാരനല്ലേ, അതെങ്ങനെ തെളിവാകും? അത് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾ ഈ നബിമാർക്കുണ്ടെങ്കിൽ പറയും. അപ്പൊ നബിമാരത് പറഞ്ഞ് നമ്മൾ ഈസാ നബി വരുന്നു, റൗളന്റെ സമീപത്ത് വിളിക്കുന്നു. ഓ, അത് നബിയല്ലേ, അത് പറയാൻ പാടില്ല, അത് നബിയുടെ പ്രത്യേകതയല്ലേ, അത് പറയുന്ന സുഹൃത്തെ. ഇവിടെ 3 കാര്യം ഞങ്ങൾ അടിവരയിടുന്നു. നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഈ ജനങ്ങൾ മൊത്തം പഠിച്ചു. അതെന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം. ഒന്ന്, ഖുർആനിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു ഉണ്ടാവില്ല. കാരണം എന്താ? പ്രാർത്ഥന അല്ലാഹുവിനോട് എന്ന് ഞങ്ങൾ പറയുന്നു, യാതൊരു തർക്കവുമില്ല. പക്ഷേ അല്ലാഹു ഞങ്ങൾക്ക് സഹായിയായി വെച്ച അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് ഞങ്ങൾ സഹായം തേടുന്നു. അത് മരണത്തിന്റെ ശേഷവും തേടുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം തന്നെ ചോദിക്കുന്നു. അവിടെയാണ് നിങ്ങളുടെ ചോദ്യം. ഏതെങ്കിലും ഒരു നബി മരിച്ചുപോയ നബിയോട് സഹായം തേടിയിട്ടുണ്ടോ? ഞങ്ങളെ കൃത്യമായ ഉത്തരം ബഹുമാനപ്പെട്ട നബി ഈസാ നബി അലൈഹിസ്സലാം അതാ റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് കൂടുന്നു. തേടിയാൽ ആ തേട്ടം ചുരുക്കല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞങ്ങൾ പറയുന്നു, ചെറുക്കല്ല എങ്കിൽ ഞങ്ങൾ ഈസാ നബിയെ പിന്തുടരുന്നു. കാരണം ആ ഹദീസിന്റെ ആദ്യത്തെ വാചകം തന്നെ ഈസാ നബി ഇറങ്ങി വരും, ഇമാമൻ മുഖ്സിതാ, ഇമാമായിട്ട് ഇറങ്ങി വരുമെന്നാണ്. ഇമാമ എന്ന് പറഞ്ഞാൽ തുടരപ്പെടുന്ന ആളെന്നാണ്. അപ്പൊ ഈസാ നബി ചാറത്തിന്റെ സമീപത്ത് വന്നിട്ട് അതാ ഈ പേട്ടം തോടുമ്പോ ഞങ്ങൾ അതിന്റെ മുന്നിൽ ഈസാ നബിയെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങളും തോടുന്നു കേട്ടോ. അതുകൂടി ഞാൻ അടിവരയിടുന്നു. അതേ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി എന്തിനാണ് ഇറങ്ങി വരുന്നത്? എന്തിനാ? ദജ്ജാലിനെ കൊല്ലാൻ. വലിയ ദജ്ജാലിനെ മാത്രമല്ല, ചെറിയ ദജ്ജാലികളെയും മുഹമ്മദ് റസൂലുള്ളാഹി. സാധാരണക്കാരായ മുജാഹിദുകളെ കുറിച്ചല്ല തെറ്റിദ്ധരിക്കണ്ട, തെറ്റിയുണ്ടാക്കുന്നവരെ കുറിച്ചാണ്. അവസാനക്കാലത്ത് വരും അതേ വഞ്ചകന്മാർ, കളവ് പറയുന്നവർ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഈസാ നബി ഇങ്ങനെ വരിക, വന്നിട്ട് വലിയ ദജ്ജാലാണ് കൊല്ല്. പക്ഷെ പിന്നെയുണ്ട് പുറത്ത് ദജ്ജാലിനെ പോലെ പ്രവർത്തിക്കുന്ന ആളുകൾ. അവരെ പ്രധാനപ്പെട്ട വാദം ഈസാ നബി ഇങ്ങനെ നോക്കി. അപ്പൊ നോക്കുമ്പോ എന്താ, അത് മരിച്ചോട് വിളിക്കാൻ പാടില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്
മറ്റുള്ളത് തേടാൻ പാടില്ല. ഈസാനബി പറയുന്നു അത് തെളിയിക്കണം. അപ്പം തെളിയിക്കാതെ രക്ഷയില്ല. ഇന്നത്തെ നേരത്ത് തെളിയിക്കണ്ടേ? ഈസാനബി നേരെ റൗദയിലേക്ക് പോകുമ്പോഴേക്ക് മുജാഹിദുകൾ അടിയന്തര മീറ്റിംഗ് ഇയാളൊരു എസ്കാരനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ആകാശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ടോ എന്നവർക്ക് തോന്നിപ്പോയി. അങ്ങനെ അതാ മഹാനായ ഈസാനബി റൗദന്റെ സമീപത്ത് വന്ന് നിന്നു. എന്നിട്ട് ഉറക്കെ തൗഹീദിന്റെ പഠനായ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ ഈസാനബിന്റെ ഒരൊറ്റ വിളി, ഓ എന്നെ ഒന്ന് സഹായിക്കണേ എന്നങ്ങ് വിളിക്കുമ്പോ ആ വിളിച്ച് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ഹദീസ് വൈകിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ആ ഹദീസ് സമ്മതിക്കുന്നതിന്റെ മുമ്പത്തുള്ള ഇല്ലത്തിന്റെ അന്ന് പോയിരുന്നു. മൂപ്പത്തിന് കണ്ടിട്ടില്ല. ആ ഇല്ല, അതില്ല, അത് ഞങ്ങൾ തീർത്തുകൊടുത്തതാണ്. അല്ല ഇല്ലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറയാൻ കഴിയും, നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ ഇല്ലത്ത് തീർത്തരും. അവിടല്ലേ ഇല്ലത്ത് അറസന്ധിയറസൻ ആ 187 ആ ആലുവ സംവാദത്തിൽ വെച്ച് ഈ ഹദീസിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ വെച്ച് അൽബാനിയുടെ ഗ്രന്ഥം ഞങ്ങൾ പറഞ്ഞതാ. അൽബാനി ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്. അയാളെ കിതാബെന്ന് എടുത്തിട്ട് നമ്മൾ പറഞ്ഞു വിചാരിച്ച ആലുവയിൽ പറഞ്ഞപ്പോ എനിക്ക് മോലെ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിടികൂടിയപ്പോ ഏറ്റവും അവസാനം ഞങ്ങൾ അൽബാനിയുടെ അസ്ലിസിനെ വായിച്ചിട്ട് പറഞ്ഞു ഈ ഹദീസ് സഹിയാണെന്ന് നിങ്ങളെ നേതാവ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് പറ്റിപ്പോയി. എരി പിടിച്ചോ അടുത്തത് താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂയഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് ഇരികൾക്കൊന്നും പറയാറില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733 ഹദീസ്. എന്നിട്ട് പറഞ്ഞു ഈ ഹദീസിന്റെ മത്തിന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പൊളിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും? അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിൽ എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ? അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സനദ് അഹ്മദ് ഇബ്നു ഈസ അഖ്ബറനാ ഹദതനാ ഇബ്നു വഹബ് അൻ നബി സഖർ അൻ സഈദ് അൽ-മഖ്ബൂരി റളിയല്ലാഹു അൻഹു അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ എന്ന് പറഞ്ഞിട്ട് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു. ഖുൽതു അൽബാനിയാണ് പറയുന്നത്. വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ. ഇത് ഏറ്റവും നല്ല ഇസ്നാദാണ്. പോരാ, റിജാലുഹു കുല്ലുഹും സിഖാത്ത്. ഇതിന്റെ പരമ്പരയിലെ മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്. പോരാ, ആരെങ്കിലും ആരോപിച്ചാൽ നിങ്ങൾ വിടുന്നില്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിജാലാണ്. ആരൊഴികെ? അഹ്മദ് അബൂ സഖർ ഒഴികെ. അദ്ദേഹമോ ഫമിൻ റിജാലി മുസ്ലിം, മുസ്ലിമിന്റെ റാവികളിൽപ്പെട്ട ആളാണ്. അപ്പൊ സഹീഹ് മുസ്ലിമിന്റെയും റാവിയുടെയും മുഴുവൻ റിജാലുകളുമുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസാണ് ആലുവ സംവാദത്തിൽ കൊണ്ടുവന്നത്. ഇല്ല മൗലവി, ഇത്ര കൃത്യമായി വായിച്ചു തന്നിട്ട് ഞങ്ങൾ വായിച്ച സനദിൽ എവിടെയാണ് കുഴപ്പം? ഞാൻ എന്റെ ആദ്യത്തെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ ഹദീസിന്റെ സനദ് ഞങ്ങൾ വായിച്ചു തന്നു, വ്യക്തമാണ്. നിങ്ങളുടെ ഞങ്ങളത് കൃത്യമായിട്ട് വായിച്ചു. അപ്പൊ അനീഫ മൗലവി ചെയ്ത പണി കൂടി നിങ്ങൾ കേട്ടോളൂ. ഈ ഹദീസിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ വലിയ നേതാവായിരുന്ന അനീഫ മൗലവി നേരെ ആലുവയിൽ വന്നപ്പോ ഈ ഹദീസ് ഞങ്ങൾ എടുത്തിട്ടു. ഒരു മറുപടിയും പറഞ്ഞില്ല. അവസാനം മൂപ്പർ പറഞ്ഞ് ന്യൂനതയുണ്ട്. നമ്മൾ ആ ന്യൂനത പൊളിച്ചു. നിങ്ങളെ കിതാബിൽ തന്നെ പറയുന്ന ഹദീസ് സ്വഹീഹാണ്. അൽബാനിയാണ് ഓരോ നേതാവന്നെ. അപ്പൊ മൂപ്പർ ഒരു 1 നമ്പർ കളവാണ് പറഞ്ഞു. 1 നമ്പർ
ആ കളവ് പറഞ്ഞിട്ട് ആലുവയിൽ നിന്ന് പോയത് ഞാൻ പറയുന്നത് ഞാൻ പ്രകടിപ്പിക്കാൻ പോവാണ്. ഞങ്ങള് അൽബാനിയുടെ കിതാബ് ഞങ്ങൾ വായിച്ചപ്പോ ഹനീഫ മൗലവി പറഞ്ഞ ലോക കളവ് കേട്ടു. ഈ കളവ് നിങ്ങൾ ആ കിതാബിൽ അങ്ങനെ ഒന്ന് കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ പറയുന്നു നിങ്ങളെ കൂടെ ഞങ്ങൾ മുജാഹിദാകും. അത് കൃത്യമാണ് കേട്ടോ. കഥ കഴിഞ്ഞു മുസ്ലിയാക്കന്മാരെ. നിങ്ങളുടെ അൽബാനിയൊക്കെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം. വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്. വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ അവസാനത്തെ അവസരം വരെ കാത്തുനിന്നത്. അതെന്തായി കേട്ടോ? അദ്ദേഹം വായിച്ച ഭാഗം എന്താ വായിച്ചത്? അതിൽ 2 ന്യൂനതകളുണ്ട് എന്ന് അൽബാനി നിങ്ങൾ പൊരിച്ച ഹദീസിനെ കുറിച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ കളവാണത്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? പാവപ്പെട്ട ഞാൻ ആഖിറത്തിൽ വരും, ഹനീഫ മൗലവി വരും, ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅല വരും, നിങ്ങളുടെ നേതാവായ അൽബാനിയും വരും. ആ അൽബാനിയുടെ ഗ്രന്ഥത്തിൽ അബൂ യഅലയുടെ ഹദീസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ഹദീസിനെ കുറിച്ച് അതിൽ 2 ന്യൂനതയുണ്ട് എന്നൊരു ഭാഗം കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ ഞങ്ങളുണ്ടാകും. പേടിക്കണ്ട. പക്ഷേ ആ കിതാബിൽ അങ്ങനെ ഒരു ഭാഗം ഞങ്ങൾക്ക് ഹദീസിനെ കുറിച്ച് ഇല്ല വെറുതെ പറഞ്ഞതാണ്, കളവ് പറഞ്ഞതാണ്. ഇന്ത്യയിൽ പറയാൻ നിങ്ങൾക്കും കഴിയൂല, ആർക്കും കഴിയൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, വ്യക്തമാണ്. ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ഈസാ നബി ചെയ്ത് ശരിയാണോ? അതൊന്നും നിങ്ങൾ വ്യക്തമായി പറയണം. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചത് കഴിഞ്ഞിട്ടുണ്ടെന്ന് അതിന്റെ ഉപരോധം ചോദിക്കാൻ അത്ര പറ്റില്ല. അല്ല, ഇത് അപ്പൊ കുരിശ് തകർക്കും പന്നിയെ കൊണ്ട് കുരിശ് തീർക്കും തൗഹീദും മാത്രമാണ്. തീർക്കും തൗഹീദും സംസാരമുള്ളൂ. അതാണ് നമ്മൾ പിന്നെ ചർച്ച ചെയ്യാം. ചെറുക്കും ഇല്ല. ഞങ്ങൾ ഈ പറഞ്ഞതിനെ കുറിച്ച് സംസാരമില്ല. അതിന് ഈ വിഷയത്തിൽ പറയാൻ ആ ചെറുക്കെന്താ നിങ്ങൾ പറഞ്ഞല്ലോ. ആരും ചെറുക്കാണ് പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഈ പറയുന്നത്? അപ്പൊ ഇത് ചെറുക്കല്ല. ഈ സംഭവത്തെ ഈസാ നബി അലൈഹിസ്സലാം റൗളയുടെ സമീപത്ത് വന്ന് വിളിക്കുന്നത് ചെറുക്കാണോ അല്ലേ? അതാണ് ഈ സമുദായത്തിൽ കേൾക്കേണ്ടത്. നിങ്ങൾ വിശദീകരിച്ചത് അത് പറയുന്നു. അത് ഈസാ നബിനോട് മാത്രം പ്രത്യേകത അങ്ങനെ പ്രത്യേകമായി ചെറുക്കുണ്ടോ? സുഹൃത്തുക്കൾ കാര്യം വരുമാനക്കാരെന്ന് പറയുന്നുണ്ടോ? ഈസാ നബിക്ക് സ്വന്തം ചെറുക്ക് പറ്റും. അല്ല, ഈസാ നബിനോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറുക്കുണ്ട്. ഈസാ നബിക്ക് മാത്രമുള്ള അതെ ആയിക്കോട്ടെ. ഈസാ നബിക്ക് ആണെങ്കിൽ ചെറുക്ക് പറ്റുമല്ലോ എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ആ കുരിശ് അല്ല, അതല്ല, അതിരിക്കട്ടെ. ഇതൊന്ന് പൂർത്തിയാക്കിയിട്ടാണ് പറയാൻ പറ്റും. ഈസാ നബി ചെറുക്ക് ചെയ്യുന്നതൊക്കെ അഭിപ്രായമുണ്ടോ? ഇല്ല. എങ്കിൽ ഈ വിളിച്ച ചെറുക്കാണോ അല്ലോ എന്നുള്ളത് പറയും. ഞാൻ പറയുന്നത് ഇതിങ്ങനെ പറയുന്നത് ചെറുക്കാണല്ലോ എന്ന് പറയുന്നത്. അല്ല, ഇതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കി ഞങ്ങൾ പറയും. അത് പറയും. ഇത് ചെറുക്ക് ചെയ്താന്ന് ഉറപ്പല്ലേ? അപ്പൊ ഈ സ്ഥാനത്ത് ചെറുക്ക് ചെയ്ത അപ്പൊ ഈ വിളിക്കുന്ന വിളിച്ചെടുക്കല്ലാന്ന് ബോധ്യമായില്ലേ? ബോധ്യമായില്ലേ? ബോധ്യമായിക്കോട്ടെ. വിളിക്കാൻ ചെറുക്കല്ലാന്ന് ഉറപ്പല്ലേ? ചെറുക്കാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറയുന്നത് അപ്പൊ ഖിയാമത്ത് നാളിൽ ഞാൻ പറഞ്ഞു. അതായത് ഖിയാമത്ത് നാളിൽ ഈസാ നബി അലൈഹിസ്സലാം ചെയ്യുന്ന പ്രവർത്തനം അല്ല നിങ്ങൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയുവാന്ന് പറയോ? ഖിയാമത്ത് നാളായത് ശ്രദ്ധിച്ചോളൂ. നല്ല പോയിന്റ് അവർ നിർദ്ദേശിച്ചോളൂ. എന്താണെന്നറിയോ? അവസാന നാളാണ്. അവസാന നാളായാലും ആദ്യ നാളായാലും ഒരു നാളായാലും തീർത്തു പറ്റൂല. അതെന്നെ ഞങ്ങൾ ഈ പറയും. ഞങ്ങളായി പാടുന്നു പറയുന്നുണ്ട്. ഇന്ന ചെറുക്ക ദുൽമുന്നതിയും അള്ള പറയാണ് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ അല്ലാഹു അസ്സ വജൽ. ഞങ്ങളായത്ത ഞങ്ങൾ പ്രസംഗിച്ച മുജാഹിദ് എന്താ പറയുക? ഓ മുജാഹിദിന്റെ ആയത്ത് നിങ്ങൾ എന്തിനാ ഓടുന്നത്? മുജാഹിദിന് ഇത്ര ആയത്താന്ന് കാണിക്കില്ല.
ഇത് ഈസാ നബി കണ്ടിട്ടില്ല. ഈ വിളി വാനൽ മസാജിദല്ല, പള്ളി അള്ളാഹുള്ളതാണ്, വേറെ ഒരാളും വിളിക്കാൻ പാടില്ല. അതിന്റെ ഈസാ നബിക്ക് തിരിഞ്ഞിട്ടില്ല. ഈ ആയിട്ട് തിരിഞ്ഞിട്ടില്ലേ? പറയണ്ടേ മറുപടി? നിങ്ങൾ വന്ന് വളരെ നന്നായി, നിങ്ങൾക്ക് തിരിഞ്ഞു. പിന്നെ തിരിഞ്ഞിട്ടില്ല, ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം ഈസാ നബി ശിർക്കെയ്യാൻ ഉറപ്പല്ലേ? ഈസാ നബിന്റെ അവസാന കാലത്തുള്ള പ്രവർത്തനമായിക്കോട്ടെ, ഓക്കെ, ആ പ്രവർത്തനത്തിന് ഒന്നും ചെറുക്കല്ല. അത് ഞങ്ങൾ പറയും, ചെറുക്ക് പ്രത്യേകമായി ചെയ്യാൻ പറ്റൂല, തീർത്തും പറ്റില്ല. ഇത് നിങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. വേറെ ഒന്നും ഞങ്ങൾ കേൾക്കണ്ട. ഈസാ നബി ഖബറിന്റെ സമീപത്ത് വന്ന് വിളിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് വിളിക്കൽ ചെറുക്കാണോ അല്ലേ? അത് ഈ ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇവിടെ ഒരു തീരുമാനമാവാൻ പോവാണ്. നിങ്ങൾ പറയൂ, കൊടുക്കും ഇതന്നെ പറയാം. വേറെ വിഷയം കേൾക്കണം. പറയും തീർച്ചയായും പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയണം. രണ്ടാണെന്ന് പറയാം, ഈസാ നബി ചെറുക്കല്ല, ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചോദിക്കാം. ഞങ്ങൾ പറയട്ടെ, ഈസാ നബി ചെയ്യുന്നത് പ്രത്യേക സാഹചര്യം മാത്രമല്ല, ആകാശത്തേക്ക് ഉയർത്തി ഈസാ നബി വരുമ്പോൾ ഒരുപാട് മൊയ്തീസ് തിരിക്കുന്നു. അത് വിളിയുടെ ഭാഗം നിങ്ങൾ ചെയ്യുന്ന ആ പ്രാർത്ഥനകളോ, മൊയ്തീസെ കാട്ടിനെ രക്ഷിക്കണമെന്നുള്ള വിളി പ്രാർത്ഥന, ഈ കൗമയെ കൊണ്ട് തിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഈസാ നബി വരുമ്പോൾ ചെയ്യുന്ന മൊയ്തീസ് തെളിവായിട്ട് നിങ്ങൾ കൗമയെ കൊണ്ട് പുതുവും ചെയ്യുന്നതിന് തെളിവ് കണ്ടെത്തുന്നത്. അതിന് ശരിക്കും അള്ളാഹുക്ക് വേണ്ടി ആളുണ്ടാവും. പക്ഷെ നിങ്ങൾ നാളെ മാറും സാറേ, കണക്കിന് മനസ്സിലായി കാത്തുമാറാകട്ടെ. കണ്ണം പോയപ്പോൾ 10-100 ആൾക്ക് വന്നിട്ടുണ്ട്. ഈ കർമ്മം മനസ്സിലാവില്ല. ഈ കർമ്മം ഇപ്പോഴും അമ്പത്ത് തങ്ങളെ കാക്കണേ, ഞങ്ങൾ കൃഷിനെ തരണേ, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ തൊഴിൽ ഞങ്ങൾ സ്വർഗത്തിലാക്കണേ, നരകത്തിൽ രക്ഷപ്പെട്ടെന്നൊക്കെ തേടാണ് ഈ മൈസൂർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈസാ നബിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അത് പറ്റിട്ടോളൂ. നിങ്ങൾ തിരുത്തും ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ഈ ചോദ്യത്തിന് മറുപടികൾ പറയില്ല. രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം നിങ്ങൾ ഇതിന് മറുപടി പറയാൻ നിങ്ങൾ പറയാൻ നിങ്ങൾ പ്രാർത്ഥനയല്ല, അത് സദസ്സൊരു ഇഷ്ടികാസേനൊക്കെ പറഞ്ഞു. ഈസാ നബി ഇറങ്ങി വരുമ്പോ പറയുന്ന സംഭവം എല്ലാവരും പറയാം. ആയിരക്കണക്കിന് ചോദ്യം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു ചോദ്യത്തിന് വേണം അന്ന് പിടിച്ചത് ഇന്ന് വരെ പറഞ്ഞത്. പക്ഷെ ഈ വരാൻ പോകുന്ന ഈസാ നബിയുടെ ഈ ഒരു വിളി നിസ്സർവാസത്ത് ഒരുപാട് പറഞ്ഞതിന്റെ പേരിൽ കാശ് പറയും. ഈ വിളി ഏതെങ്കിലും സ്വാധി മരിച്ചോരോട് തേടാനും മരിച്ചോരോട് പ്രാർത്ഥിക്കാനും നിങ്ങൾ ഞങ്ങൾ കാര്യം സാധിക്കുന്നത് പറഞ്ഞിട്ടില്ല ഒന്ന്. അപ്പൊ ഇങ്ങനെ സമ്മതിക്കൂല. വേറെ ചോദ്യം ചോദിച്ചോട്ടെ. അതാണ് സദസ്സിന്റെ ആവശ്യം. ഞാനത് പരിഗണിക്കും. ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയും. ഇവിടെ ഒറ്റ വിഷയം കിട്ടിയാൽ മതി. മരിച്ചോരെ വിളിക്കാൻ പറ്റുമല്ലോ എന്ന് കിട്ടിയാൽ തന്നെ നമ്മളെ മുഖാമുഖം മുതലായി. കൂടുതൽ കിട്ടേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് ഞാൻ പറഞ്ഞു. ഇനി എന്താ അയാൾ പറഞ്ഞ രണ്ട് വിഷയം ഞാൻ ഊരി പറയും. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഒന്ന്, അയാൾ പറഞ്ഞെന്താ എന്താണ് മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തെളിവാകുക. ഞാൻ പറയുന്നു അതന്നെ ഞങ്ങൾ ഈ പറയുന്നു. മരിച്ചുപോയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിതങ്ങളെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി വിളിക്കാൻ ജീവിച്ചിരിക്കുന്ന നബിനോടല്ല വിളിക്കുന്നത്, വഫാത്തായ നബിയോടാ. ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറയാം. റൂഹുൽ മആനി എന്ന് പറഞ്ഞൊരു തഫ്സീറുണ്ട്. അത് ആരാ എഴുതിയെന്ന് പറയാം? അല്ലാമ ആലൂസി, മുജാഹിദിന്റെ കൂടി നേതാവാണ്. ആ ആലൂസി നമ്മൾ ഉദ്ധരിച്ച ഈ അതേ ഹദീസ് അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ എടുത്തുദ്ധരിച്ച് പറയുന്നു, ഇത് ഈസാ നബി റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് സഹായം തേടാകുന്നു. ഏത് പണ്ഡിതനാണെന്ന് ചോദിക്കണ്ട, ഒക്കെ കൃത്യാണ്. ആലൂസി തന്നെ പറയാണ്, റൂഹുൽ മആനിയിലാണ് പറയുന്നത്, റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് നബിതങ്ങൾ സഹായം തേടാണ് ഈസാ നബി നബിതങ്ങളോട്. പിന്നെ ഉപരി അടക്കം ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളും കുറച്ച് കഴിഞ്ഞാൽ മാറും, അല്ല കാത്തിരക്ഷിക്കട്ടെ. ഇല്ല, ഞങ്ങൾ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ മാറി എന്ന് പറഞ്ഞല്ലോ സുഹൃത്തെ, മാറി എന്ന് പറഞ്ഞ എന്താണല്ലോ, ഞങ്ങളെ പ്രസ്ഥാനത്തിൽ വന്നിട്ട് യാതൊരു ബോധമില്ലാത്ത കുറച്ച് ടീമുണ്ടായിരുന്നു. അതാണ് സത്യം. ഞാൻ ഒറ്റ ഉദാഹരണം കാണിച്ചത്. മാറി അയാൾ പറഞ്ഞത് കൊണ്ട് നമ്മളൊരൊറ്റ ഉദാഹരണം. മാറിപ്പോയ മലപ്പുറം ജില്ലയിലെ ഹമീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുടെ ശ്രദ്ധിച്ചോട്ടോ. അയാൾ ഇന്ന് കേന്ദ്രത്തിന്റെ നേതാവാണ്. ഇസ്ലാഹി പ്രഭാഷണ രംഗത്ത് മലപ്പുറം ജില്ലയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആളാണ്. ഇയാള് ഈ റബീലവനുണ്ടായ സംഭവം എന്തുകൊണ്ട് മാറുന്നു? ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ് ഇവർ മാറുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. തീരെ ബോധമല്ല. എന്തുകൊണ്ട്? ഈ മനുഷ്യന്റെ ഇയാൾ ഞാൻ ഒരുപാട് കാലം മുസ്ലിയാരായി എന്ന് പറഞ്ഞ് മാറിയ ആള് ഈ റബീലവൻ മങ്കൂസ് മൗലിദിനെതിരെ സംസാരിക്കാൻ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, മങ്കൂസ് മൗലിദിനെതിരെ സംസാരിക്കാൻ വന്നപ്പോ ഇയാൾക്ക് ആദ്യം തന്നെ മങ്കൂസ് മൗലിദിന്റെ കുറിച്ച്
അതെങ്ങനെ അറിയോ? മങ്കൂസ് മൗലിദിന്റെ ഒരു വരി, അതിന്റെ അർത്ഥം നൂഹ് നബി റസൂലുള്ളാഹിനോട് സഹായം തേടി. എല്ലാവർക്കും തെളിവുള്ളതാണ്, ഞാൻ പറയുന്നില്ല. അപ്പോ ഈ സഹായം തേടി എന്ന് പറഞ്ഞ മൂപ്പർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇയാൾ പറയാണ്, കണ്ടോ മങ്കൂസ് മൗലിദിൽ പറയുന്നു റസൂലുള്ളാഹി തങ്ങള് തങ്ങളോട് നൂഹ് നബി സഹായം തേടി. ആ മങ്കൂസ് മൗലിദിൽ മാത്രമുള്ളതെന്നല്ല, നമ്മൾ ആ മൗലിദുൽ അറൂസിന്റെ അടുത്ത് 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ മൗലിദ്, ഇതൊക്കെ കാരണങ്ങള് 5-ാം നൂറ്റാണ്ടിൽ ആരാണ്ടാക്കിയത്? ഇബ്നുൽ ജൗസി, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പാടിയ പാട്ട് കേട്ടോ, എന്താ പറഞ്ഞത്? വഖദാക നൂഹുൻ ബിസ്സഫീനതി ഖദ് നജാ ബിമുഹമ്മദിൻ വസ്ബിറാക ഖബീറാ. ആരായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം തേടി. ഇതെല്ലാരും പറഞ്ഞതാ. ഇയാൾ പറഞ്ഞത് ഖുർആനെതിരാണ്. മങ്കൂസ് മൗലിദിലുള്ളത് ഖുർആനെതിരാണ്. പക്ഷെ ഇയാൾ പറഞ്ഞു തുടങ്ങുന്നതിനെ പറ്റി ഇയാൾ പറയാണ്, ലൂത്ത് നബിന്റെ കാലത്ത് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ലൂത്ത് നബിന്റെ കാലത്തല്ല വെള്ളപ്പൊക്കം ഉണ്ടായത്, നമ്മൾക്കൊക്കെ ആരെ കാലത്താ? നൂഹ് നബിന്റെ കാലത്താണ്. പക്ഷെ ഇയാൾ പറഞ്ഞു തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ലൂത്ത് നബിയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ നമ്മൾ വിചാരിച്ച് തെറ്റിപ്പോയതാണ്. അല്ല, ഇയാൾ അർത്ഥം വെച്ചാണ് ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി, കപ്പലിലുള്ളവരെയും നിങ്ങൾ രക്ഷപ്പെടുത്തി. അത് ബാക്കിൽ ഒരാൾ തോണ്ടി മുരളി, അതെ ലൂത്ത് നബിയിലിട്ട നൂഹ് നബിയാണ് എല്ലാം പറഞ്ഞു കാണിച്ചു തരാം. അപ്പൊ ഇയാൾ പറയാം, അതെ ലൂത്ത് നബിയിലിട്ട നൂഹ് നബിയാണ്. ഉടനെ തന്നെ അല്ലേ, അത് ലൂത്ത് നബി തന്നെയാണ്. പറഞ്ഞിടത്തും വിശ്വസിക്കണില്ല, എത്ര പറഞ്ഞതും സ്വീകരിക്കില്ല. ലൂത്ത് നബി തന്നെ. ഇയാളായി പിന്നെ ഇയാൾ പെടുന്നത് എവിടെ നിങ്ങൾക്ക്? മങ്കൂസ് മൗലിദിന്റെ അടുത്ത്. അത് എതിർക്കാനപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. അതിലിങ്ങനെ വായിച്ചു, റസൂലുള്ളാഹിനോട് സഹായം തേടി നൂഹ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നുണ്ടാ, വനജ്ജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും നജ്ജയ്നാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അല്ല, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക, നജ്ജയ്നാഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ നമ്മളാണ് രക്ഷിച്ചത്, വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാ. വലായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജയ്നാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്കി. വഅൻജയ്നാഹു, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റജാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. അദ്ദേഹം പറഞ്ഞ മതി തന്നെ. ഇയാളൊക്കെ എന്നും പരിപാടിക്ക് പോയി അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ കൂക്കം വരാറുണ്ട്. ഞാനതാ ഇയാൾ പൊട്ടത്തിറങ്ങണ കൂക്കാറുണ്ട്. ചക്കരിയുണ്ട് ഇവിടെ. കണ്ടില്ലേ? അതാണ് കണ്ടു അപ്പൊ മുജാഹിദ് രാജ്യത്ത് പോന്നാലേ നല്ലേ. അപ്പൊ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രൂപത്തിൽ ആരും ഇത് സാംസ്കാരികമായി അവ പോകുന്നത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞങ്ങൾ അങ്ങനെ പിന്നെ കുറച്ച് ആൾക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടുപോയി. അതൊന്നും ഞങ്ങൾ ആ പാരിശ്ശേരി പറഞ്ഞ പൈസ കൊടുത്തുകൊണ്ട് ഇല്ലാതാക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ഓരോ വിഷയങ്ങളുടെ ക്ലിപ്പുകളുടെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കും എന്നാ പറയുന്നത്. അല്ല,
ആ അണ്ണാക്ക് തള്ളി കൊടുക്കുക, ഒരു 50,000 60,000, എന്നിട്ട് 1.5 മാസം ഉണ്ടാണ്ട് തിരിക്കാൻ പറയാം. എന്നാൽ തന്നെ ഒരുപാട് മനുഷ്യന്മാർ രക്ഷപ്പെടും. എനിക്കൊരു പുതിയ പോളിസി, ഒരു പദ്ധതി ഉള്ളുണ്ടാവും. പള്ളിക്കൊക്കെ പൈസ പിരിക്കുന്നതിനേക്കാളും മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് റൈസ് ചെയ്യുക, ഒരു 50 കോടി ഉറുപ്പിയൊക്കെ. എന്നിട്ട് ഓരോ പള്ളിയിലെ മുസ്ലിയാക്കന്മാരോട് കുറച്ച് കാലത്തേക്ക് പ്രസംഗിക്കേണ്ട, പൈസയല്ലേ പ്രശ്നം, അതിതാ ഒരു 10 കോടി, ഒരു 5 കോടി, ഒരു 1 കോടി, അത് തീരുന്നവരെ. അക്കാലയളവിൽ ഞങ്ങൾ വയൽ ഇറങ്ങോടാ, എന്നാൽ ആ കാലയളവ് കുറെ എണ്ണം സ്വർഗത്തിലേക്ക് നല്ല മനുഷ്യന്മാരായിട്ട് പോകും. ഇത് ഞാൻ വെറുതെ പറയല്ല. നിങ്ങളൊരു മുസ്ലിയാരെ സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിക്കും, മുസ്ലിയാരെ നിങ്ങൾ ചെയ്യുന്ന അദാദ് റാത്തീബ് ഇതൊക്കെ തെറ്റല്ലേ, ജീവിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നത്? 1500. നിങ്ങൾക്ക് എത്ര കിമ്പളോ? 15,000. പിന്നെ എങ്ങനെ കിമ്പളം ഒഴിവാക്കി ശമ്പളത്തിൽ മാത്രം നിൽക്കൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50,000 വീതം മാസം ഏറ്റവും പേരോടക്കമുള്ള ആളുകൾക്ക്, കുറച്ച് സ്ട്രോങ് ഉള്ള ആളുകൾക്കൊക്കെ നല്ല സംഖ്യ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളി അറിയാം. എന്നാ തന്നെ ഈ സമുദായം പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇല്ല, ഞങ്ങൾക്ക് കോടി തന്നിട്ടൊന്നും ഞങ്ങൾ എല്ലാവർക്കും കഴിയില്ല. പിന്നെ കിമ്പളൊക്കെ കിട്ടി കൊടുത്ത ആൾക്കാർ ഓരോപ്പം ബോധം ചെയ്തു. എനിക്കത് പറയേണ്ടതില്ല. ഞങ്ങൾ പറയുന്നു, ഇവിടെ ഒരു കാര്യം വ്യക്തമായി, ഇന്ന് വരെ നിങ്ങളുണ്ടാക്കിയ എട്ടുകാലിയുടെ വലയില ഈ മുസ്ലിമിൽ വെച്ച് ഞങ്ങളിതാ ഊതി പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ അന്തരീക്ഷത്തിൽ മരിച്ചവരോട് ഏതെങ്കിലും ഒരു നെറ്റി തേടിയിട്ടുണ്ടോ? ഞങ്ങൾ 1000 കുതിരശക്തിയോടെ പറയുന്നു, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഔഹീദിന് വേണ്ടി വന്ന ഔഹീദിന്റെ പടനായകനായ അന്ത്യനാളിന്റെ ഈ പരിശ്രമം മഹാനായ ജാറത്തിന്റെ സമീപത്ത് വന്ന് വലിയ സഹായത്തിന് കൊടുക്കുന്നു. അത് സഹായത്തിന് വേണ്ടിയുള്ള പിടിയാടെന്ന് മുജാഹിദിന്റെ നേതാവ് അല്ലാമാഹാനൂസി റൂഹുൽ മആനിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. പറഞ്ഞില്ലാന്ന് പറയണ്ട, അതും പറഞ്ഞിട്ടുണ്ട്. അത് ഈസാ നബി വരുന്നത് ഇമാമൻ ഹകമ, ഇവിടുത്തെ ഭരണാധികാരിയായി. അപ്പൊ അത് നമ്മൾ സമ്മതിച്ചു. ദ്വാരിക്കുക, അല്ല ഹിദായത്ത് നൽകുമാറാകട്ടെ. നമുക്ക് സത്യം പറഞ്ഞു കൊടുക്കാനേ കഴിയൂ, അല്ലേ? ഉറങ്ങുന്നവനെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുക്കണേ. ഇനി എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് വേറെ ചോദ്യം ചോദിച്ചു. നമ്മള് ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുക. സമാധാനപരമായി തിരിഞ്ഞു പോകണ ഒരു അന്തരീക്ഷമാണ് നല്ലത്. അല്ലാതെ ഇതിങ്ങനെ അങ്ങോട്ടും ചോദിക്കുക അവരും പറയാ, ഒരു ശരിയായ ഏർപ്പാടല്ല. എന്റെ ചോദ്യം ഇതാണ്, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൽ നിസായിലെ വമാ അർസൽനാ എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത്, ആ ആയത്ത് മാലിയക്കൽ സുലൈമാൻ സഖാഫി അദ്ദേഹത്തിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ തിരുമറി നടത്തുകയും തെറ്റായ അർത്ഥം നൽകി അള്ളാഹു അല്ലാത്തവരോട് പാവമോചനം തേടാൻ ഖുർആനിൽ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ആയത്തിൽ റസൂലു എന്ന പദത്തിന് പകരം അവിടെ റസൂല എന്ന് ചേർക്കുകയും എന്നിട്ട് അതിന് തെറ്റായിക്കൊണ്ട് അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ എന്ന അർത്ഥം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ കോഴിക്കോട് വലിയ കാസി ആ ആയത്തിന് അർത്ഥം കൊടുക്കുന്നത് റസൂലു എന്നാണ്. ആയത്ത് റസൂലു എന്നാണ് ആ പദം. ആ പദത്തിൽ അർത്ഥം വരുന്നത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്തിരുന്നെങ്കിൽ എന്നാണ്. ഇത് നേരെ തിരുമറി നടത്തി റസൂല എന്നാണ്. അടുത്ത ചോദ്യം അല്ല, ചോദ്യം കംപ്ലീറ്റ് ആക്കാം സാർ. അല്ല അതല്ല, നിങ്ങൾ ആ പറഞ്ഞ തിരുമറി നടത്തിയെങ്കിൽ ഞങ്ങൾ ഇതന്നെ വേറെ ചോദ്യമല്ല. ഇതന്നെ കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞു. അത് റസൂലു എന്ന പദം റസൂല എന്നാക്കി മാറ്റുകയും അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ എന്നാക്കി മാറ്റുകയും ചെയ്യും. അതിന്റെ സ്കാൻ ചെയ്തെടുത്ത കോപ്പിയാണ് കയ്യിലുള്ളത്. മറുപടി പറയാനുള്ളത് പറഞ്ഞു. അതായത് ആ പറഞ്ഞത് ഒരിക്കലും ഖുർആൻ തിരുത്തിയതല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. അത് റസൂലു എന്ന് ആ നിങ്ങൾ വായിച്ച അതേ പുസ്തകത്തിൽ 3 സ്ഥലത്ത് ഈ ആയത്തും അതിന്റെ അർത്ഥമുണ്ട്. എല്ലാ സ്ഥലത്തും റെഡിയാണ്. പക്ഷെ പ്രിന്റിംഗ് ഇത് ചെയ്തു. പ്രിന്റിംഗ് മെഷീൻ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് മത്സ്യമായ വലിയൊന്നല്ല, ചിലപ്പോഴൊക്കെ എത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂല എന്നത് റസൂലു
എന്നത് പ്രിന്റിംഗ് ചെയ്ത് തെറ്റായി റസൂല എന്ന് ഒന്നും അത് ഞങ്ങൾ തന്നെ അത് തിരുത്തിയതുമാണ്. അപ്പൊ അത് ഒരു വിഷയം ഖുർആൻ എന്നല്ല നിങ്ങൾക്കും അറിയാം, തിരുത്തിയതാണെന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് നമ്മളെ ബാരിശ്ശേരിക്കാരൻ തന്നെ പറയുന്നുണ്ട്, അത് സുലൈമാൻ സഖാഫി തിരുത്തിനും അതെല്ലാവർക്കും അറിയാം. ഖുർആൻ തിരുത്തൽ പോയിട്ട് ഞങ്ങൾ ഒരു പണി നിങ്ങൾ ചെയ്യില്ല, അള്ളാന്റെ ഖുർആൻ അങ്ങനെ തന്നെ തെറ്റാ ഞങ്ങൾ തിരുത്തും. തെറ്റ് പറഞ്ഞാൽ അങ്ങനെ അച്ചടി പറ്റിയത് ഞങ്ങൾക്ക് പറ്റിയതല്ല. റസൂല അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് തെറ്റ് തിരിച്ചതാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ കേൾപ്പിച്ചു. അതിനകത്തോട് മൈക്കൂർ എന്താ പറയുക? അല്ല അയാൾക്ക് പ്രത്യേകിച്ച് അതെ, ഇതിൽ യഥാർത്ഥത്തിൽ അച്ചടിപ്പിച്ചത് സംഭവിച്ചതല്ല. കാരണം റസൂല എന്ന് പദമാക്കി മാറ്റുകയും മാത്രമല്ല അതിന്റെ അർത്ഥം പോലും മാറ്റുകയും രണ്ടും ഒരുമിച്ച് അച്ചടിപ്പിച്ചത് സംഭവിക്കില്ലല്ലോ. റസൂല എന്ന് വന്നാൽ എന്തർത്ഥമാണ് വരിക, ആ അർത്ഥമാണ് അയാൾ ഇവിടെ കൊടുത്തത്. അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ എന്നാണ് അദ്ദേഹം ഇവിടെ അർത്ഥം കൊടുത്തത്. പക്ഷെ ആ ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി പാവമോചനം ചെയ്യാന്നാണ്. അപ്പോ അർത്ഥവും രണ്ടും ഒരുമിച്ച് അച്ചടിപ്പിച്ച് നോക്കി അർത്ഥം എന്താ വിഷയം അറിയുന്നത്? അർത്ഥം ഞങ്ങൾ അതിന്റെ 3 സ്ഥലത്തും അതിന്റെ അർത്ഥം വിഷയമായി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് റസൂലു എന്ന് എഴുതി, അത് റസൂല എന്ന് എഴുതി തെറ്റായി വന്നതാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾ വിശദീകരിച്ചത് റസൂലിന്റെ അടുത്തേക്ക് അങ്ങനെ ഈ സങ്കടം പറഞ്ഞു പോകും എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനമാണ് അവിടെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പുതിയ ആയത്തുണ്ടായിരുന്നു, അത് നമ്മൾ പറഞ്ഞ പോലെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായി സുലൈമാൻ സഖാഫി പറഞ്ഞു തിരുത്തുകയും ചെയ്തു, ഇതെല്ലാവർക്കും അറിയാം. പിന്നെ 4 കൊല്ലം കഴിഞ്ഞിട്ടൊന്നല്ല തിരുത്തിയത്, അത് പിന്നെ നമ്മൾ തിരുത്തിയിട്ടുണ്ട്. പിന്നെ അർത്ഥം അത് നൽകിയത് എന്റെ വ്യാഖ്യാനമാണ്. അങ്ങനെ പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഫത്ഹുൽ ഖദീർ ശൗക്കാനി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ വ്യാഖ്യാനം എന്താണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അവർ വരുന്നത് മുതവസ്സിലീനയിലേക്കാണ്, പുതിയ തങ്ങളിലേക്ക് തങ്ങളെ തവസ്സുലാക്കിയിട്ടാണ്. മുതവസ്സിലീന അൻ മുഖാലഫത്തിഹിം, അതെ ശൗക്കാനി പോലും പറഞ്ഞത് അവർ ചെയ്ത തെറ്റ്, ആ തെറ്റിൽ നിന്ന് അവർ ആ തെറ്റിനെ നാമാവശേഷമാക്കുന്ന രൂപത്തിൽ, തെറ്റിൽ നിന്ന് മോചനം നേടുന്ന രൂപത്തിൽ ആണ് തങ്ങളുടെ സമീപത്ത് വന്നത് എന്ന് ശൗക്കാനി വരെ അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം വ്യാഖ്യാന സഹിതം അതിൽ കൊടുത്തതന്നേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും ആയത്തിനുള്ള തിരുമറി ആ വിഷയത്തിൽ ഇല്ലേ ഇല്ല. ഇതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് എന്നാണ് പറയാം. പറഞ്ഞത് വ്യാഖ്യാനമായിട്ട് കൊടുത്തതാണെന്നാണ്. പക്ഷെ ഇത് അതിന്റെ സ്കാൻ ചെയ്തെടുത്ത കോപ്പിയാണ് ഉള്ളത്. ഇതിലാ പിന്നെ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 2 ഇൻവേർട്ടഡ് കോമയിൽ ആയത്തിനുള്ള പൂർണ്ണമായ അർത്ഥം അയാളെ കുറിച്ചാണ്. നിശ്ചയം സ്വശരീരങ്ങളുടെ അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാവമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും എന്ന് ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് അന്നിസാ 64 കംപ്ലീറ്റ് ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞു നമ്മൾ പ്രശ്നമില്ലാക്കാണ്ട് ചെയ്യാം. അപ്പോ പിന്നെ ഇൻവേർട്ടഡ് കോമയിൽ ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കുകയും എന്നിട്ട് ആ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തിട്ട് അന്നിസാ 64 എന്ന് കൊടുത്താൽ എന്നിട്ട് അതിന് തൊട്ടതായി അതിന്റെ അറബിയിലെ ആയത്ത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഖുർആന്റെ യഥാർത്ഥ അർത്ഥം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കൊടുത്തത്. അല്ലാതെ വിശദീകരണം അതിന്റെ അടിയിൽ വേറെ ഉണ്ട്. അപ്പൊ അതല്ല ഇതാണ് ചോദ്യം. ഞാൻ അതിന് വ്യക്തമായ മറുപടി പറയുന്നു. ശരിയാണ് നിങ്ങളാ പറഞ്ഞത്. അതേപോലെ ആയത്ത് കൊടുത്ത് ഞാൻ പറഞ്ഞ അതേ അർത്ഥം നിങ്ങളുടെ പ്രസക്തരായ സൗക്കാനി തന്നെ അയാളെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. ജാവൂക എന്ന ആയത്ത് ഉദ്ധരിച്ച് ഐ മുത്തവസ്സുലീന ഇലൈക, നിങ്ങളിലെ തവസ്സുൽ ചെയ്തവരായ സ്തുതിയിൽ മുത്തവസ്സുലീന അൻ മുഖാലഫത്തിഹിം, അവർ ചെയ്ത തെറ്റിനെ തൊട്ട് അവര് മുത്തവസ്സുലീന എന്ന് പറഞ്ഞാൽ മോചനം തേടുന്നവരായ നിലയ്ക്ക് നിങ്ങളെ സമീപത്തവർ വരും. വളരെ വ്യക്തമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഈ ഫത്ഹുൽ ഖദീറിന്റെ മുസന്നിഫ് ചെയ്ത അതേ വ്യാഖ്യാനമാണ് അടിവിശ്വാസിയോടെ കൊടുത്ത് അത് അതേ ആയത്ത് ധരിച്ചുകൊണ്ട് ചെയ്തതാണ്. അതേ പണിയെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആയത്ത് തിരിച്ച് പുതിയ വ്യാഖ്യാനമൊന്നും കൊടുത്തിട്ടില്ല. ആ സഹാബി ചെയ്ത് തെറ്റാണെങ്കിൽ ഫത്ഹുൽ ഖദീർ സൗക്കാനിയിൽ തെറ്റാന്ന് പറയേണ്ടി വരും. അതൊരിക്കലും തെറ്റല്ലല്ലോ. വളരെ വ്യക്തമാണ്. സൗക്കാനിന്റെ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തരാം. അലങ്ങളെല്ലാം ചോദിച്ചിട്ട് ഒരാൾ എത്ര ആളായി കൊടുക്കും. ആള് പറയട്ടെ.
ഞാൻ ഉസ്താദ് അത് വ്യാഖ്യാനമാണ് കൊടുത്തത്. അതിന്റെ അർത്ഥം കൂടെ കൊടുക്കുന്ന അർത്ഥം വ്യാഖ്യാനമാണ് കൊടുത്തത്, അർത്ഥമല്ല കൊടുത്തത് എന്ന് ഉസ്താദ് പറയണ്ടേ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു ഇൻവേർട്ടഡ് കോമയിൽ ഇതാ അർത്ഥം അങ്ങനെ തന്നെ ഖുർആന്റെ അർത്ഥം എന്നുള്ള തന്നെയാണ് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോ ഉസ്താദിനോട് പറയണ്ടല്ലോ, അദ്ദേഹം തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. പറയട്ടെ ഉസ്താദ് പറയണല്ലേ തിരുത്തിയത്, ഞാൻ പറയട്ടെ. അപ്പോ പിന്നെ അദ്ദേഹം തിരുത്തി എന്ന് പറഞ്ഞല്ലോ, അത് തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്താൻ ഞാൻ പറയാം. അപ്പോ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥാനം പറയാം, കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഥാനം പറയാം. അപ്പോ തെറ്റുണ്ടെങ്കിലല്ലേ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഉസ്താദനെ പറയുന്നതിൽ പിന്നെ തെറ്റില്ല. പിന്നെ അപ്പോ എന്താണ് ഇതിന്റെ പറയാനുള്ളത്? ഈ അർത്ഥം തന്നെയാണ്. അപ്പോ ഈ അർത്ഥമാണോ ഇതിൽ കൊടുത്ത അതേ അർത്ഥമാണോ ആ ആയത്തിനുള്ളത് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിക്കോളി. ആയത്തിന്റെ ലഫ്ലും തെറ്റുപറ്റി അത് നമുക്ക് പറ്റിയതല്ല, അത്തരം വിഷയം പറ്റിയാണ്. അത്തരം വിഷയം വലിയല്ലാത്തതുകൊണ്ട് തെറ്റുപറ്റാവുന്നതാണ്. അത് ഒന്നാമത്തെ മറുപടി. പിന്നെ അയാൾ പറഞ്ഞ അർത്ഥം നൽകി ഞാൻ പറഞ്ഞു ആ ആയത്തിന്റെ ആശയം അങ്ങനെ തന്നെ അവിടെ കൊടുത്തതാണ്. അത് ആരാ പറഞ്ഞു? മാലേക്കൽ സക്കാഫി മാത്രമല്ല, ഇതേ ആശയം മുജാഹിദുകൾ പോലും അംഗീകരിക്കുന്നു. സൗക്കാനി എന്റെ ഫത്ഹുൽ ഖദീറിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ആയത്തിൽ തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേ വാക്യം അത് ഞങ്ങൾ അങ്ങനെ തന്നെ വായിച്ചു. അപ്പോ രണ്ടും ആയത്തിന്റെ ലക്ഷ്യം തെറ്റിയതെന്ന് തിരുത്തി, അതേസമയത്ത് അർത്ഥം അതിന്റെ ആശയമാണ്. അതായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ ഫത്ഹുൽ ഖദീറിൽ നിന്ന് ഞങ്ങൾ വായിച്ചു തന്നു. അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം റസൂലിന്റെ അടുത്ത് വന്നു എങ്ങനെ തവസ്സിലാക്കുന്നതായ നിലയിൽ അവരെ തെറ്റിൽ നിന്ന് പാപമോചനം തേടുന്ന സ്ഥിതിയിൽ എന്ന് ഞങ്ങൾ പറഞ്ഞത് ഈ വിഷയത്തിൽ ഫത്ഹുൽ ഖദീർ വായിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഫത്ഹുൽ ഖദീറിന്റെ അതേ വിഷയാണത്താൽ മാലയത്തിന്റെ ഒരു ചെയ്യുന്ന പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസക്തമായ ചോദ്യങ്ങൾ. അപ്പൊ ഉസ്താദ് പറയുന്നത് ഈ റസൂല എന്നുള്ളത് റസൂല് എന്നാക്കുകയും അർത്ഥം ഇങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്തു എന്നാണോ? അപ്പോ ഉസ്താദ് പറഞ്ഞ പ്രകാരം ഇതിൽ ഈ ആയത്തിന്റെ അർത്ഥമായി വരുന്നത് നിശ്ചയമായും ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ. ഉസ്താദ് കേൾക്കണം? ഞാൻ കേൾക്കുന്നു. നിശ്ചയമായും ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കും. ഇങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം എന്നാണോ? അങ്ങനെയും അതിനർത്ഥം പറഞ്ഞു. അല്ല, അങ്ങനെ തന്നെയാണ്. ശരിയാണ്, ഞാൻ നിർത്തി അവസാനത്തെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന കൊട്ടേഷത്ത് കൊടുത്തിരിക്കുന്ന അതേപോലെയാണ് അതിന്റെ അർത്ഥം എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക്. അതിന്റെ മറുപടിയാ പറയുന്നത്. ഒരാഴ്ചയിൽ ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ടാവും. അവിടെ അപ്പറഞ്ഞ വിശദീകരണം വളരെ കറക്റ്റാണ്, ശരിയാണ്. കാരണം അത് നിങ്ങളുടെ അതേ നേതാവ് അതേ ആയത്തിന് വരുന്ന ജാവൂക്ക എന്ന സ്ഥലത്ത് നിങ്ങളിലേക്ക് തവസ്സിലാക്കി അവരുടെ തെറ്റിൽ നിന്ന് മോചനം തേടുന്നവരായ രൂപത്തിൽ തേടും എന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആശയമാണ്. അത് ശരിയാണ്, വളരെ കൃത്യമാണ്. അതിലാർക്കും ഒരു തർക്കമില്ല. അപ്പൊ അങ്ങനെയും ഒരു ആശയം അതിലുണ്ട് എന്നാണ് അതിന്റെ ആശയം. അത് പച്ചമലയാളം പോലെയാണ് പറഞ്ഞത്. എല്ലാവർക്കും അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. നമ്മൾ ഈ പ്രസക്തമായ ചോദ്യം ചോദിച്ചു മാത്രമാണ്. ചോദ്യം ചോദിക്കാം. ചർച്ച കുറെ ചെയ്യണം നമുക്ക്. ഈ പെണ്ണ് വെള്ളി പോണ കാര്യം വലിയ വിഷയനോടെ. അപ്പൊ എന്താണ് പോയി ആർക്കും അറിയില്ല. ഇവർ പോകണം പറഞ്ഞ് നമ്മൾ പോകണ്ടാകുന്ന എന്താ അതിന്റെ വസ്തുത എന്ന് പറഞ്ഞു കൊള്ളാം. അതിപ്പോ എന്താ? മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയാണ് അതുപോലെ തന്നെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി. അതൊക്കെ നമ്മളെ തെളിവല്ലേ? എന്ത് പഠിച്ചോളി? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ ഹദീസിന്റെ അർത്ഥം അറിയോ? മസ്ജിദുൽ ഹറാമിലേക്ക് ഹജ്ജിന് പോയി തടയരുത്, അതേ സമയത്ത് മറ്റു പള്ളികളിലേക്ക് പോകുന്നത് തടയണം. ഇതാണ് ആ ഹദീസിന്റെ അർത്ഥം. അപ്പൊ അതന്നെ നമ്മൾ ഈ തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ച തമ്പുരാനെ അയാൾ ബേജാറാണ്ട് കൂടി സ്നേഹിച്ചെടുക്കും. അപ്പൊ യാറുള്ള പള്ളികളിലേക്ക് പോകാൻ പറ്റും. ആവശ്യം യാറുള്ള പള്ളിയിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് വേറെ തീരുമാനിക്കാം. ഒരു കാര്യം, പള്ളി എന്ന നിലയ്ക്ക് പോകാൻ പറ്റില്ല. അതിന് യാതൊരു തർക്കമില്ല. അല്ലാന്റെ റസൂലില്ല തന്നെ അല്ലാഹു മസാജിദല്ല. അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞല്ലോ. അത് മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് ഹജ്ജിന് വരുന്ന തടയരുന്ന. എന്നിട്ട് ഷാഫിമാം പറയാണ് ഈ ഹദീസ് അറിയിക്കുന്നു അലാ അന്നലഹു, ഈ പുരുഷൻ
പുരുഷന്മാർക്ക് പറ്റും അവളെ തടയാൻ പറ്റും, മറ്റു പള്ളിയിൽ നിന്ന് തടയാൻ പറ്റും എന്ന് ഇമാമിനെ ഈ വിദായിക്കുന്ന യാഗത്തിൽ പറയുന്നത് കൂടി സ്വീകരിക്കാൻ പറ്റില്ല. തന്റെ കലാകുലമിനോട് തുടങ്ങിയും ചോദിച്ചല്ലോ, പിന്നെ നീ അന്യപുരുഷൻ അന്യസ്ത്രീയെ ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതായത് അന്യപുരുഷൻ അന്യസ്ത്രീയെ സ്വന്തം ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? മൂപ്പരെന്ന പറയുന്നറിയോ, ഒരു കുഴപ്പമില്ല, 24 മണിക്കൂർ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ പെണ്ണുമായി കളിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ പുതിയ പെണ്ണുകാരനുണ്ടാക്കി അത് കേട്ടോ, അതല്ലേ കേൾക്കേണ്ടി. പെണ്ണ് കാണാൻ വരുമല്ലോ വിവാഹത്തിന് മുമ്പ് പഞ്ചായത്ത് വരാൻ പുതിയ രൂപം ഉണ്ടാക്കണം, രൂപം വരാൻ മനുഷ്യർക്ക് എന്ന് പറയിപ്പിക്കും അല്ലേ. ഓരോ വിഷയം കിട്ടുമ്പോഴേ പുറത്തൊന്ന് വരാൻ പറ്റും. പെണ്ണ് കാണാൻ പോണ്ടേ? പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്, നാളെ മോളാ, ഡിഗ്രിക്കാ പഠിക്കുന്നത്. ശരി, എന്നാ പൊന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കൂ കൊലായില്. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമിന് കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. എന്താ പഠിക്കുന്നത്? ഡിഗ്രി. നേമട്ടെ എത്രയായി? 1/2 മിനിറ്റ്. മൂപ്പർക്ക് 1/2 മിനിറ്റ് പോരാന്നാട്ടോ പറയുന്നത്. ഇനി പറയും, ശരിക്കും ശ്രദ്ധിച്ചോ, യുവാക്കളോടാണ് പ്രത്യേകം പറയുന്നത്, കാരണം അടിയിക്കണ കേസാണ്. നന്നായി കേട്ടോ. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്, ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്, ഇന്ന സ്ഥലത്താണ്. എന്ത് വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കുന്ന ആണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക. നല്ല മട്ടുണ്ടാവുന്ന കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെന്താ, ബസ്സിൽ കയറിയാൽ പണിയുണ്ട്, അടുത്ത് പോയി നിന്ന് വീട്ടിക്കാണാം. അവളുടെ ബസ്സിലെ നിപ്പ്, ബസ്സിലെ ഇരുത്തം, ബസ്സിലെ പെരുമാറ്റം, ബസ്സിലെ അവളുടെ ബിഹേവിയർ, അവളുടെ മറ്റ് അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങൾ നിങ്ങൾ കാണും. നല്ല രസമുണ്ടാവുണ്ടാവും. ബസ്സിനടുത്ത് പോയിട്ട് ആഗ്രഹങ്ങളൊക്കെ ഒന്ന് കണ്ടാലേ അവർക്ക് അപ്പുറത്തുള്ളതാണ്. ഏതായാലും ആ വിളിക്കുക, അല്ലാതെ ഖുർആൻ വിഷയത്തിലല്ല. എന്റെ ആ വിഷയത്തിൽ വല്ലതും ചോദിക്കാണ്ട് ചോദിച്ചോളൂ. സ്ത്രീ പള്ളിപ്പുള്ള കൊടുക്കും. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യത്തെ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. അതായത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു തെളിവുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചതാ. അല്ല, അത് നിങ്ങൾ ആൾക്കാർ മാത്രം അവിടെ പങ്കെടുക്കുമ്പോൾ അത് ശബ്ദം ഉണ്ടാക്കിയിട്ട് അത് നിർത്തുന്നത് ഏർപ്പാട് ശരിയല്ല. മുഖാമുഖാകുമ്പോൾ അല്ലേ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞുപോയ സാദികളോ തബോ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് ഒരു തെളിവ് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ആ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അതാ കണ്ടോ, അടിസ്ഥാനപരമായ തൗഹീദ് പറയാൻ തയ്യാറല്ല. മുജാഹിദുകളുടെ പെണ്ണുകാണൽ എന്താണെന്നും പറയുന്നത് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ലൗസാദ് ഹസൻ ഇവിടെ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ ക്ലിപ്പിന്റെ മുമ്പിലും നേതാവിന്റെ വിവരക്കേടിന്റെ മുമ്പിലും മാനം കെട്ടുപോയ ആളുകൾ എന്താണതിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്നറിയാതെ വീണ്ടും പരിസരം മറന്നുകൊണ്ട് സമൂഹത്തെ ആ ഒരു ക്ലിപ്പിൽ നിന്ന് വഴി തിരിക്കാനുള്ള ലേഖനകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി മൂപ്പര് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മൂപ്പർക്ക് ഇനിയിപ്പോ ഇതിൽ നിന്ന് തന്റെ കൂടെയുള്ള ആളുകളും കൂടെ അവർക്ക് ഇതുകൊണ്ട് കേട്ട ഒരു വിഷമം അത് എങ്ങനെയെങ്കിലും ഒന്ന് മറച്ചു കളയണം എന്നുള്ള ശ്രമമാണ് മൂപ്പർക്കുള്ളത്. അതുകൊണ്ട് മൂപ്പർക്ക് നേരത്തെ ഉള്ള വിഷയത്തിലേക്ക് ഇനിയും കൊണ്ടുപോവുകയാണ്. ഇതിനു വേണ്ടിയിട്ട് അതിന്മ കടന്നിട്ട് കുറെ കളിച്ചു ഇനിയും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാം എന്നൊക്കെയാണ്. ശരിക്കും അതിന് മറുപടി പറഞ്ഞതാണ്. മറുപടിയുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ അയാൾ കൊണ്ടുവന്ന ആളുകൾ തന്നെ പറഞ്ഞു കൂട്ടിയത് നിങ്ങൾ കണ്ടല്ലോ. അത് അവസാന കാലാകുമ്പോഴാണ്. അപ്പൊ നമ്മളെ ചോദ്യം, അവസാന കാലാകുമ്പോ ശിർക്ക് പറ്റുമോ? അത് പറ്റൂല. അപ്പൊ പിന്നെ അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആൾക്ക് ശിർക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വെച്ചപ്പോ സംഗതി അവസാനം ഈസാ നബി ചെയ്തത് ശിർക്കല്ല എന്ന്
എന്ന് അവര് തന്നെ അംഗീകരിച്ച വിഷയമാണ്. മാത്രമല്ല ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നീതിമാനായ ഭരണാധികാരിയും അതുപോലെ തുടരപ്പെടാൻ അർഹതയുള്ള ഇമാമായിട്ടും കടന്നു വരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ആദ്യമേ പറഞ്ഞു വെച്ച എന്തിനാണ്? ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർക്കാൻ വേണ്ടി വരുന്ന ഈസാ നബിയെ ആ വിഷയത്തിൽ അവലംബമാക്കണം എന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് വല യുസ്രിഹന്ന ദാത്തൽ ബൈ എന്ന് പ്രത്യേകമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിഹാരം കാണും. ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇവിടെ മരിച്ചുപോയ നബിതങ്ങളെ വിളിക്കാൻ പറ്റുമോ? ആ നബിയിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന ലക്ഷ്യത്തിൽ നബിതങ്ങൾ വിളിക്കാൻ പറ്റുമോ? വിളിച്ച ആൾക്ക് വിളിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമോ? ഇതൊക്കെ മുജാഹിദ് പറയുന്ന ആ ലക്ഷ്യവും ആ വിശ്വാസവും ആ ഉദ്ദേശവും ആ നിലക്കുള്ള വിളിയും ആ നിലക്കുള്ള പോക്കും എല്ലാം ശിർക്കാണ്, കുഫ്റാണ്, ആരാധനയാണ്. എങ്കിൽ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ആദ്യമായി പരിഹാരം ഉണ്ടാക്കുക. വരും മക്കളെ, ശരി, നമ്മൾ പോവുക. എങ്ങോട്ടാ പോകേണ്ടത്? മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക്. അവിടെ തന്നെ മുജാഹിദിന്റെ ആദ്യത്തെ ഒരാശയം പൊളിയാണ്. മുജാഹിദ് പറയുന്നത് ഖബറുകളിലേക്ക് സിയാറത്ത് ലക്ഷ്യമാക്കി കൊണ്ടുപോകാൻ പാടില്ല. മഹാനായ നബിയുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദമസ്കസിലെ വെള്ളമുനാരത്തിന് സമീപത്താണ് ഇറങ്ങുന്നത് എന്ന് എല്ലാ ഗ്രന്ഥങ്ങളും വ്യക്തമാക്കിയതാണ്. അവിടുന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ വേണ്ടി മാത്രം, വേറെ ഒരു ലക്ഷ്യമില്ല, അതിനുവേണ്ടി മാത്രം ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിലേക്ക് പോവുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വരിക. ഈ ഒരു ആശയത്തോടുകൂടെ മുജാഹിദിന്റെ ഒരു കാര്യം പൊളിയാണ്. എന്താ പൊളിയുന്നത്? മഹാന്മാരെ സിയാറത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പോകാൻ പാടില്ല. ഈ ഒരു തത്വം ആദ്യമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊളിക്കുമ്പോ പടത്തോനെ നമ്മൾ ആദർശാണ് ഈ പൊളിയേണ്ടത്, എവിടേക്കാണ് നോക്കിക്കുന്നത് എന്നിങ്ങനെ മുജാഹിദിനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയും. എന്റെ ഇടയ്ക്ക് ചില ആളുകൾ പറയും അത് പ്രശ്നമാക്കണ്ട, സംഗതി മരിച്ചുപോയ റസൂലുള്ളാഹിനെ വിളിക്കരുത് എന്നായിരുന്നു നമ്മൾ ആദർശം. ആലുവ സംവാദത്തോട് കൂടിയിട്ട് സക്കരിയ സ്വലാഹിയും മറ്റു വലിയ നേതാക്കളും സമ്മതിച്ചതാണ് മരിച്ചുപോയ നബിതങ്ങൾ വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്ന ഒരു കാര്യം. അത് ഇസ്രായേലൊക്കെ മുമ്പ് പറഞ്ഞതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിൽ കൂട്ടിയാൽ മതി. ഉത്തരം കിട്ടുന്നുള്ള പ്രതീക്ഷ ഏതായാലുമില്ല, ഉത്തരം കിട്ടുന്നും വെക്കണ്ട എന്ന സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിടി അങ്ങ് തീർന്ന ഉടനെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, എന്തേ ഈസാ നബിയേ? അപ്പോഴാണ് നെറുതലയെ കൈവച്ചുകൊണ്ട് മുജാഹിദ് നമ്മൾ ആദർശം പൊടിഞ്ഞല്ലോ എന്ന് പറയുന്നു. കാരണം മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിളിക്കുന്നതും ആ വിളിക്ക് നബിതങ്ങൾ ഉത്തരം തരും എന്ന ഉദ്ദേശമുണ്ടാകുന്നതും യഥാർത്ഥത്തിൽ മുജാഹിദിന്റെ നിർവചന പ്രകാരം അവരുടെ 3ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും ഒക്കെ മദ്രസാ പാഠപുസ്തകം പരിശോധിച്ച് നോക്കിയാൽ അത് പ്രാർത്ഥനയും അത് അല്ലാഹു അല്ലാത്തവരോടായതിന്റെ പേരിൽ ശിർക്കുമാണ്. കാരണം മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും കിട്ടുമെന്ന പ്രതീക്ഷയിലുള്ള അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പറയുന്നത്. മരിച്ചു കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതാ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വിളി ഖബറിന്റെ പുറത്തു നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്നു. മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗത്തിൽ കൂടിയാണ്, ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അല്ലാഹു അല്ലാത്തവരിൽ നിന്നാണ്. മുജാഹിദിന്റെ നിർവചന പ്രകാരം ഇത് പ്രാർത്ഥനയാകുന്നു. അല്ല അല്ലാത്തവരോടായതിന്റെ പേരിൽ അത് ശിർക്കാകുന്നു, ചെയ്ത ആൾ മുശ്രിക്കാകുന്നു. ഇവിടെ ഈസാ നബി മുശ്രിക്കാണോ, ശിർക്ക് ചെയ്ത ആളാണോ എന്ന ഏറ്റവും വലിയ ചോദ്യത്തിന് മുമ്പിൽ മുജാഹിദുകൾ ഉത്തരം മുട്ടുന്നു എന്ന് മാത്രമല്ല, ഈ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ജനങ്ങളെല്ലാവരെയും കൂട്ടി പിടിച്ച് ഉത്തരം കിട്ടുന്ന രംഗം വ്യക്തമായെന്ന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തി ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു. ഇന്ന് മുജാഹിദിൽ പലർക്കും പരിഹാരമായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അന്നെങ്കിലും പരിഹാരമാകും. ഈസാ നബി അതിന് തന്നെയാണ് വരുന്നത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ പശ്ചാത്തലം. അപ്പോ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ വേറെ ചോദിക്കാം. പ്രസക്തമായ ചോദ്യങ്ങളാണ് ഇനി വേണ്ടത്.
ഈ ജുമാ ഹുത്ബ എന്നത് ഒരു പ്രസംഗമാണല്ലോ. അപ്പൊ ഈ പ്രസംഗമാകുമ്പോ അത് മലയാളത്തിലാവുന്നതല്ലേ നല്ലത്? ഓക്കെ, നിങ്ങളെ ആവശ്യം നമുക്ക്